ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലെഫ്റ്റ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കാച്ചിൽ കൃഷി ചെയ്യുന്ന പല രീതിയിൽ കൃഷി ചെയ്യാറുണ്ട്. നിലത്ത് നേരിട്ട് കൃഷി ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ ചാക്കിൽ നടാറുണ്ട്, ഡ്രമ്മുകളിൽ നടാറുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നടാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചാക്കിലാണ് നട്ടിരിക്കുന്നത്. ആ ചാക്കിൽ നട്ട രീതി തന്നെ ഒരു വ്യത്യസ്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കൃഷി ചെയ്തിരുന്നപ്പോൾ അതിൽ നല്ലൊരു മികച്ച വിളവ് എനിക്ക് കിട്ടി. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ചാക്കിലാണല്ലോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പോട്ടിംഗ് മിക്സ് തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല മേൽമണ്ണാണ്. അപ്പോൾ നമ്മൾ ഡ്രമ്മിലും ഇങ്ങനെയൊക്കെ ചാക്കുകളിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം മേൽമണ്ണ് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ ചാരം ഇടുന്നുണ്ട്. നമ്മളിങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചാരം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചാരം ഇട്ടു. അതിനുശേഷം ഞാൻ ഇടുന്നത് ഡോളോമൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡോളോമൈറ്റ് ഇടുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ കുമ്മായമാണ് ഇടുന്നതെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേ എങ്കിലും നമ്മൾ മണ്ണിനകത്ത് കുമ്മായ ഇട്ട് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ ഡയറക്റ്റ് യൂസ് ചെയ്യരുത് കേട്ടോ കുമ്മായം. അതിനുശേഷം ഞാൻ എല്ലുപൊടി ഇടുന്നുണ്ട്, അതും നല്ലൊരു എമൗണ്ട് ഇടുന്നുണ്ട്. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ജൈവവളമാണോ ഉള്ളത് അതെല്ലാം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോഴിക്കാഷ്ടമൊക്കെ ഇടുന്നെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇടാതെ അതൊന്ന് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. കമ്പോസ്റ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്കിടാം, വെർമി കമ്പോസ്റ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി വേണം നമ്മൾ ഇതുപോലെ കൃഷി ചെയ്യുമ്പോഴേ എടുക്കാനായിട്ട്. അപ്പോൾ നല്ല എമൗണ്ട് തന്നെ ഞാൻ ചാണകപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഏറ്റവും നല്ല പോലെ നമ്മൾ എത്രത്തോളം മണ്ണിനെ വളമുള്ളതാക്കാം അത്രത്തോളം വളമുള്ളതാക്കി എടുത്തിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കൃഷി ചെയ്യാൻ, ഈ ചാക്കിലും ഡ്രമ്മിലും ഒക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മുന്നേ മണ്ണ് കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്തിരുന്ന മണ്ണാണ്. എന്നാലും കുറച്ച് എമൗണ്ടും കൂടി ഞാൻ ഡോളോമൈറ്റ് ഇട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിത് നമ്മൾ ചാക്കിലല്ലേ നല്ല ഒരല്പം നല്ല വലിപ്പമുള്ള ചാക്ക് തന്നെ ഞാനിതിന് സെലക്ട് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ചാക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് ഡ്രെയിനേജ് ഹോളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അല്ലാതെ തന്നെ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊക്കോളും. അപ്പോൾ അടിയിൽ നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ PVC പൈപ്പാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ് ട്രിക്കെന്ന് പറഞ്ഞത്. ഇതിനകത്ത് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വന്ന ഒരു PVC പൈപ്പാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സ് നല്ലൊരു എമൗണ്ട് മുകളിൽ വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഉറപ്പിക്കുന്നില്ല കേട്ടോ, ഞാനിത് അടിച്ചുറപ്പിക്കുന്നില്ല നമ്മളെ ചാക്കിനകത്ത്. ജസ്റ്റ് ഇങ്ങനെ ലെവൽ ചെയ്ത് അങ്ങ് ഇട്ട് പോരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പാത്തിക്ക് വേണ്ടിയിട്ട് എടുത്തിരുന്ന PVC പൈപ്പാണ്. നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളത് മണ്ണ് ജസ്റ്റ് ഒന്ന് ഇടിഞ്ഞ് അതിനകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ജസ്റ്റ് ഞാനതങ്ങ് ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പൈപ്പാണ്. അപ്പോൾ ഇതിൽ പലരും ചെയ്യാറുള്ളത് നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് ഒരു പേടിയുണ്ട് കേട്ടോ. നമ്മൾക്കറിയില്ലല്ലോ, ഇതിനകത്തൊക്കെ പിണ്ടിപ്പുഴും കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിണ്ടി യൂസ് ചെയ്തില്ല. അപ്പോൾ പിണ്ടി നമ്മൾ ഇടുകയാണെങ്കിൽ അതങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ഊരിയെടുക്കത്തില്ല. അപ്പോൾ എന്നിട്ട് ഞാനിത് ഊരിയെടുത്ത് മാറ്റിയതിന് ശേഷം ആ ഹോളിലേക്ക് നമ്മൾ നല്ലപോലെ കരിയില ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മൾ നല്ല ഉണക്ക കരിയിലയാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കിളുക്കുന്നതിനൊക്കെ മുന്നേ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഉണക്ക ഇലകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണക്കിലകൾ ചപ്പോ ചവറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇടാം. ഞാൻ തൂത്തുകൂട്ടിയിട്ടേക്കുന്ന കരിയിലയാണ്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് എത്രത്തോളം നമ്മൾ കരിയില അതിനകത്ത് ഫില്ല് ചെയ്യാവോ അത്രത്തോളം നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കുന്ന മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അത്രത്തോളം കരിയില ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നല്ലപോലെ ഇടിച്ചമക്കി തന്നെ കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ള ഹോളല്ല, ഒരു എന്നാൽ തീരെ ചെറിയ ഹോളും അല്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഇങ്ങനെ വലിയ ഹോളാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് ഉണ്ടെങ്കിൽ ആ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിക്ക് തോന്നിയ രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിയിലയൊക്കെ നല്ലപോലെ തന്നെ ദ്രവിച്ചിട്ട് അതങ്ങ് കമ്പോസ്റ്റ് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ രീതിയിലും
ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ലെയർ ആയിട്ട് നമ്മൾ മണ്ണും കരിയിലയും ഫില്ല് ചെയ്തിട്ടും നമ്മൾ ചാക്കിൽ കാച്ചിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പൊതുവേ ചാക്കിലാണ് കൃഷി ചെയ്യാറുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്തൊക്കെ കുഴിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതാകുമ്പം നമുക്ക് ചാക്ക് കുടഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ വിളവെടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക്. അപ്പോൾ അത് കാരണം ചാക്കിലാണ് പൊതുവായിട്ട് ഞാനിങ്ങനെ കൃഷി ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, നല്ല വലിപ്പമുള്ള കാച്ചിലും കിട്ടി. അപ്പോൾ അതിനുശേഷം നമ്മൾ കരിയില നല്ലപോലെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പോട്ടിംഗ് സോയിൽ കുറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് വേണ്ട, കുഞ്ഞൊരു ലെയർ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ വെച്ച് നമ്മുടെ കാച്ചിൽ അതിനകത്തേക്ക് നടുകയാണ് ചെയ്തത്. കാച്ചിൽ ഞാൻ ചാണകപ്പാലിനകത്തും ചാരത്തിനകത്തും മുക്കിയിട്ട് കുറച്ച് ദിവസം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് നടുന്നത് കേട്ടോ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു മുളകളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചൊരു എമൗണ്ടിൽ മണ്ണും അതിൻ്റെ മുകളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാച്ചിലിട്ടിട്ട് ഭയങ്കര അങ്ങ് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കുഞ്ഞായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് മണ്ണ് നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിൽ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മളിങ്ങനെ പോട്ടിംഗ് സോയിൽ കുറച്ച് എമൗണ്ട് നട്ടതിന് ശേഷം ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് ചാണകവും ചാരവും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വിട്ടുപോയി അത് ഇടുന്ന കാര്യം. പിന്നെ ഞാൻ രണ്ടാമത് ഇത് കരിയില മാറ്റിയിട്ടാണ് ഞാൻ നമ്മുടെ ഈ ചാണകവും ചാരവും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുത്തത്. അത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ കാച്ചിൽ പെട്ടെന്ന് കിളുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ വേര് മുകളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വേരൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിലൊരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ചാണകവും അതുപോലെ തന്നെ ചാരവും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല എമൗണ്ടിൽ തന്നെ നമുക്ക് കരിയില ഇട്ട് കൊടുക്കുക കേട്ടോ. കരിയില നമ്മൾ എത്രത്തോളം ഇട്ട് കൊടുക്കുക, ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ഇട്ട് കൊടുക്കുക അത് നല്ലതാണ്. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം, ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ. അപ്പം നമ്മൾ ഉണക്ക സമയത്തൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആഴ്ച ഒരിക്കലെങ്കിലും എൻ്റെ നനവ് നോക്കിയിട്ട് ചെറിയ രീതിയിലൊന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. കിളുത്ത് വരുന്നത് വരേക്കും നല്ല രീതിയിൽ നനവ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ അതിനുശേഷം വല്ലപ്പോഴും മാത്രം മതി. പിന്നെ മഴ സമയത്താണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മരത്തിൻ്റെ നല്ല ഹൈറ്റിൽ നമുക്ക് കയറ് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ പടന്ന് ഏറ്റവും ഹൈറ്റിൽ പോവുക. അപ്പം പണ്ട് ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഇത് എത്രത്തോളം ഹൈറ്റിലേക്ക് പോവുക നമുക്ക് അതിൽ നിന്ന് എത്രത്തോളം ഈൽഡ് നമുക്ക് വിളവ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. കയറ് കെട്ടി മുകളിലേക്ക് പടത്തി കൊടുക്കുക.